ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വെജിറ്റബിൾ സ്പ്രിംഗ് റോളാണ്. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് സ്പഗതി എടുത്തിട്ടുണ്ട്. വളരെ കുറച്ച് സ്പഗതിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് വെള്ളം ഇവിടെ ബോയിൽ ചെയ്യുമ്പോഴേക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ടിട്ട് ഈ സ്പഗതി ഇട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. വെന്ത ശേഷം ഇത് ഡ്രെയിൻ ചെയ്തെടുക്കണം. വെള്ളം ഇപ്പോൾ ഇവിടെ ബോയിലായി വരുന്നുണ്ട്. ഇതിലേക്ക് ഈ സ്പഗതി വേകാൻ ആവശ്യത്തിനുള്ള ഉപ്പിട്ടാൽ മതി. തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ ഒരു ടെക്നിക്ക് ഉണ്ട്. 1 ടീസ്പൂൺ ഓയിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതിലേക്ക് ഈ സ്പഗതി ഇട്ട് കൊടുക്കാം. ഓവർ കുക്ക് ആവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ സ്പഗതി ഇവിടെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഡ്രെയിൻ ചെയ്തെടുക്കാം. ഇതിവിടെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് വെജിറ്റബിൾസ് വേണം. ഈ വെജിറ്റബിൾസ് എല്ലാം ഞാനിവിടെ കനം കുറഞ്ഞ് നീളത്തിലാണ് അരിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നത്. ഇതിന് അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല. നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് നമുക്ക് അത്രയും വെജിറ്റബിൾസ് ഇതിലേക്ക് ചൂസ് ചെയ്യാം. ഇതിപ്പോൾ ഇത്രയും വെജിറ്റബിൾസ് ആണെന്ന് കരുതിയിട്ട് ഇത് കൂടുതലൊന്നുമല്ല. നമ്മളിത് എണ്ണയിലിട്ട് വഴറ്റുമ്പോഴേക്ക് ഇത് വളരെ കുറച്ച് ക്വാണ്ടിറ്റി ആയിട്ട് കുറയും. ഞാനിവിടെ 2 ക്യാരറ്റ്, 1 ബെൽ പെപ്പർ, പിന്നെ എടുത്തിട്ടുള്ളത് 1 പച്ചമുളക് എരിവ് ആവശ്യമില്ലെങ്കിൽ പച്ചമുളക് നമുക്ക് വേണ്ടെന്ന് വെക്കാം. ഞാനിവിടെ 1 പച്ചമുളക് ചൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ ചെറിയൊരു ക്യാബേജ് എടുത്തിട്ടുണ്ട്. ഒരു 8 ബീൻസും എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഞാനിവിടെ കട്ട് ചെയ്തെടുത്ത് വെച്ചിരിക്കുവാണ്. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പാൻ അടുപ്പത്ത് വെച്ചിട്ട് അത് ചൂടാകുമ്പോഴേക്ക് ഞാൻ ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. എണ്ണ ഇവിടെ ചൂടായി വരുമ്പോഴേക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാ വെജിറ്റബിൾസും ഒരുമിച്ചിട്ട് തന്നെ ഇതിലിട്ടെന്ന് ഇളക്കി കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിത് ഇളക്കിയെടുക്കേണ്ടത്. ഇത് ഒരുപാട് ഓവർ കുക്കായി കളർ മാറേണ്ട ആവശ്യമില്ല. കുറച്ചൊരു ക്രഞ്ചി ആയിട്ടിരിക്കണം. ഇതിവിടെ വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചില്ലി സോസും 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും ചേർത്ത് ഇത് ഇളക്കി കൊടുക്കണം. ടൊമാറ്റോ കെച്ചപ്പ് ഇതുപോലെ ഫുള്ളായിട്ട് 1 ടേബിൾ സ്പൂൺ എടുക്കണം. 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. സോയാ സോസും ചില്ലി സോസും കെച്ചപ്പും ഒക്കെ ഇട്ടത് കാരണം ഇതിന് ശേഷം മാത്രമാണ് നമ്മൾ ഉപ്പ് ആഡ് ചെയ്യേണ്ടത്. ഓൾറെഡി സോയാ സോസിൽ ഉപ്പുണ്ട്. അപ്പോൾ പാകത്തിനുള്ള ഉപ്പ് നമുക്ക് ഇതിന് ശേഷം ആഡ് ചെയ്യാൻ പറ്റും. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ചെറിയൊരു പുളിരസത്തിന് വേണ്ടി ഞാനിവിടെ 1/2 നാരങ്ങ എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം കൂട്ടിയിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഈ വേവിച്ച് വെച്ചിരിക്കുന്ന സ്പഗതിയും കൂടി ഇട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ സ്പഗതിയോടെ ചേർക്കുമ്പോഴേക്ക് അതിൻ്റെ ടേസ്റ്റ് കുറച്ച് ഡിഫറെൻ്റ് ആണ്. നല്ലൊരു ടേസ്റ്റാണ്. ഇതിവിടെ എല്ലാം കൂട്ടിയിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നന്നായിട്ട് തണുക്കാൻ വയ്ക്കാം. തണുത്ത ശേഷമാണ് നമ്മളിത് ഫില്ല് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇതിവിടെ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫില്ല് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് ഇതുപോലെ സ്പ്രിംഗ് റോൾ ഉണ്ടാക്കേണ്ട ഷീറ്റ് വാങ്ങിക്കാൻ കിട്ടും. ഈ ഷീറ്റും വേണം. കുറച്ച് മൈദാമാവ് ഞാനൊരു ബൗളിൽ എടുത്തിട്ടുണ്ട്. ഈ മൈദാമാവ് കുറച്ച് വെള്ളം ഒഴിച്ച് പേസ്റ്റ് പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കും. ഈ പേസ്റ്റ് ആണ് നമ്മൾ ഇതിൽ ഫില്ലിംഗ് വെച്ചിട്ട് പിന്നെ ഇത് ഒട്ടിച്ചെടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. വളരെ കുറച്ച് വെള്ളം മാത്രമേ ഇത് ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാവൂ. വെള്ളം കൂടിക്കഴിഞ്ഞാൽ ശരിയാകത്തില്ല. ഇതുപോലെ നല്ല തിക്ക് പേസ്റ്റ് ആയിട്ട് എടുക്കണം. ഇനി ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് ഫില്ല് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം. ഒരു ഷീറ്റ് എടുത്ത് വെക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് വെജിറ്റബിളിൻ്റെ മിക്സിങ് വെച്ച് കൊടുക്കാം. ഫില്ലിങ് ഇതിൽ വെച്ചിട്ട് നല്ല ടൈറ്റ് ചെയ്ത് ഫോൾഡ് ചെയ്തെടുക്കണം. ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് ഈ 2 വശവും ഒന്ന് ഇതുപോലെ റോൾ ചെയ്തിട്ട് 2 വശം ഒന്ന് ഫോൾഡ് ചെയ്യണം. ഫോൾഡ് ചെയ്ത ശേഷം ഈ എൻഡിൽ നമുക്ക് മൈദാമാവ് തേച്ച് കൊടുക്കാം. റോൾ ചെയ്ത് വരുമ്പം സ്റ്റിക്കായി നിൽക്കാനാണ് നമ്മൾ അവിടെ മൈദാമാവ് തേക്കുന്നത്. എന്നിട്ട് ഇതുപോലെ റോൾ ചെയ്ത് കൊണ്ടുവരാം.
ഇതുപോലെ വേണം നമ്മൾ റോൾ ചെയ്തെടുക്കേണ്ടത്. ഈ ഇരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം നമുക്ക് ഇതുപോലെ റോൾ ചെയ്തെടുക്കാം. ഇവിടെയെല്ലാം ഞാനിവിടെ റോൾ ചെയ്ത് വച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോഴേക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോഴേക്ക് ഈ റോൾ ചെയ്ത് വെച്ചിരിക്കുന്ന റോൾ ഈ എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നല്ലൊരു ഗോൾഡൻ കളർ ആകുമ്പോഴേക്ക് നമുക്കിത് മറച്ചിട്ട് കൊടുക്കാം. ഇതിവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്ന് മാറ്റിയിട്ട് ബാക്കിയിരിക്കുന്ന റോൾസ് ഇതുപോലെ തന്നെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. വെജിറ്റബിൾ സ്പ്രിംഗ് റോൾ ഇവിടെ തയ്യാറായി. ഇത് നമുക്ക് ടൊമാറ്റോ കെച്ചപ്പും കൂട്ടി കഴിക്കാവുന്നതാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിതിൻ്റെ ഉൾഭാഗം ഒന്ന് കാണിച്ചു തരാം. കണ്ടോ, ഇതുപോലെയാണ് ഇതിൻ്റെ ഉൾഭാഗം ഇരിക്കുന്നത്.